ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് പറയുന്ന കാര്യം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകളും ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതാരും യൂട്യൂബിൻ്റെ താഴെ പോയിട്ട് നോക്കില്ല എന്ന് പറയണ ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തെ ആചാരങ്ങളും ക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പല സ്ഥലങ്ങളിലും പല ആചാരങ്ങളും ക്രമങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ ആവും ലാലൂർ ദേവസ്ഥാനത്തേക്കും വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആർത്തവം അതാണ് വിഷയം. പല സ്ത്രീകളും ആർത്തവത്തിൻ്റെ പേരിൽ പൂജ അല്ലെങ്കിൽ ജപം കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റിവെക്കുന്നു. പിന്നും അതായത് ഒരുപാട് തവണ ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഒരാൾക്കുള്ള മറുപടി പലർക്കും കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസിൽ ഞാൻ പറയാറുണ്ട്. ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീയെ മഹാലക്ഷ്മി ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ആർത്തവം. സത്യത്തിൽ ഇത് പണ്ട് കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ആചാരം. അതായത് മഹാലക്ഷ്മി ആവുന്നത് കൊണ്ടാണ് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്താ പറയുക, ഋതുമതി അതായി കഴിഞ്ഞാൽ, മെൻസസ് ആയി അല്ലെങ്കിൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ, പല ഇതുണ്ട്, എല്ലാം ഞാൻ അന്വേഷിക്കാൻ നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ആർത്തവം ആയിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ ഞാനൊക്കെ ഒരുപാടൊക്കെ അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതായത് നമ്മുടെ അയലക്കത്തൊക്കെ പെൺകുട്ടികളാകുമ്പോൾ അവരോട് ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവരും. അന്ന് ആ പലഹാരങ്ങളൊക്കെ നമുക്കും അതിൻ്റെ ഒരു ഷെയർ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിരുന്നു അന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഞാനത് ഇത്രയും കൃത്യമായിട്ട് പറയണേ. അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താണ്? അതായത് ആ സ്ത്രീ മഹാലക്ഷ്മിയായി. അപ്പോൾ അതിനെ ആ 7 ദിവസം ആ സ്ത്രീ മഹാലക്ഷ്മിയാണ്, അല്ലെങ്കിൽ 8 ദിവസമാണ് അതിന് ആ ഒരു ദിവസങ്ങളിൽ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീ. ആ പെൺകുട്ടി മഹാലക്ഷ്മിയായി. ആ മഹാലക്ഷ്മിക്ക് വേണ്ടി ആ കുട്ടീനെ മഞ്ഞളിട്ടിട്ട് നമ്മൾ ഭഗവാനെ ദേവീനെ മഞ്ഞൾ ചാർത്തി പാലാഭിഷേകം, മഞ്ഞാഭിഷേകം, മഞ്ഞൾ കൊണ്ട് ഇതൊക്കെ തേച്ച് കുളിപ്പിക്കണമൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ആ ചടങ്ങും. ആ സ്ത്രീനെ മഞ്ഞളൊക്കെ തേച്ച് എല്ലാവരും കൂടി, വീട്ടിലുള്ള മുതിർന്നവർ ആരൊക്കെ കൂടിയിട്ട് അതിനെ തേച്ച് കുളിപ്പിച്ച് അതിനെ വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഒരു പീഠത്തിലിരുത്തി, പീഠം എന്ന് പറഞ്ഞാൽ ഒരു പലകയിലിരുത്തി, അല്ലെങ്കിൽ ഒരു പലകയ്ക്ക് പകരം ഒരു എന്താണെന്ന് പറയുക പുൽപ്പായയിലൊക്കെ ഇരുത്തി എല്ലാവരും അതിനെ വട്ടിട്ട് പൂജാകർമ്മങ്ങൾ പോലെയാണെന്നത്. എന്നിട്ട് ആ നൈവേദ്യങ്ങളാണ്, ആ കുട്ടിക്ക് കൊണ്ടുവരുന്ന നൈവേദ്യങ്ങളാണ് നമുക്ക് പലഹാരങ്ങളായിട്ട് ഷെയർ കിട്ടിയിരുന്നത് അന്ന്. അപ്പോൾ പലഹാരം നമ്മളിവിടെ സ്വാമിക്ക് അർപ്പിക്കുന്ന അതേ തുല്യതയിലാണ് ആ കുട്ടീനെ 7 ദിവസം പരിപാലിക്കുന്നത്. അത് ആ ചടങ്ങ് എന്ത് ചെയ്യും, അത് വലിയ പ്രോസസ്സായി, അതായത് വലിയ ചിലവ് കൂടിയതായ കാരണം ആ പ്രായപൂർത്തി ആവണ ആ ഒരു തവണ മാത്രമേ ചെയ്യുള്ളൂ എന്ന് മാത്രം, മനസ്സിലായ? അപ്പോൾ ആ കുട്ടി മഹാലക്ഷ്മി ആവണതിന് തുല്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. അതിനത്രയ്ക്കും ദിവ്യത്വമുണ്ട്. അതിനെ പലരും പല രീതികളിൽ പല ആചാരങ്ങളിലായിട്ട് അതിനെ അമ്പലത്തിൽ കയറ്റില്ല. അമ്പലത്തിൽ കയറ്റാത്തതല്ല ശരിക്ക്. അമ്പലത്തിൽ ആ കുട്ടി അമ്പലത്തിൻ്റെ നടക്കിൽ സ്വാമിയുടെ മുന്നിൽ വന്ന് നിന്ന മഹാലക്ഷ്മി വന്നാൽ അവിടെ ഇരിക്കുന്ന സ്വാമി എഴുന്നേറ്റ് നിൽക്കണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരു മഹാലക്ഷ്മി വന്ന് മുന്നിൽ നിൽക്കണ്, സ്വാമി അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടേ? അപ്പോൾ ആ സ്വാമി അവിടെ ഇരിക്കുന്ന ആ ചൈതന്യത്തിനെ എഴുന്നേൽപ്പിക്കുക. നമ്മളൊരു മനുഷ്യനായ സ്ത്രീ ആ സമയത്ത് മഹാലക്ഷ്മി ആകുമ്പോൾ മനുഷ്യനാണെന്നും അവിടെ ഇല്ല, മഹാലക്ഷ്മിയുടെ സ്ഥാനമാണ് ആ ആർത്തവം വന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്നത്. സ്വാമി അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ആർത്തവമുള്ള സ്ത്രീകൾ അമ്പലത്തിൽ കയറ്റാത്തതല്ല അമ്പലത്തിലേക്ക് വരരുത് എന്ന് പറയണത്. അതാണ് ശരിക്കും ആചാരം. അതിനെ പലരും വളച്ചൊടിച്ചത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി മറ്റവരാക്കി, പിന്നെ എന്തൊക്കെയോ അതിൻ്റെ പിന്നിലുള്ള നൂലാമലകളൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. അതാണ് ശരിക്കുള്ള പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഭഗവാനെ വിളിക്കാൻ ആർത്തവം പ്രശ്നമാണോ? നമ്മളൊരു ജപം എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചോദിക്കും, ഞാൻ പീരീഡ്സ് ആണല്ലോ സ്വാമി, ഞാൻ ശുദ്ധിയല്ല. എന്ത് ശുദ്ധിയല്ല? അത് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് അതാണ് ഏറ്റവും വലിയൊരു ചൈതന്യം. ശരിക്കും സ്ത്രീയുടെ ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത് ഒരു കുട്ടീനെ, സന്താന പരമ്പരകൾ, ആ സന്താന പരമ്പരകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്. ആ സന്താന പരമ്പരകളാണ്. ആ സന്താന പരമ്പരകൾ ഉണ്ടാവാൻ സ്ത്രീക്ക് മാത്രമാണ് അനുഗ്രഹം ദൈവം കൊടുത്തിട്ടുള്ളത്. ആ ദൈവം അത് കൊടുത്തതിൻ്റെ പേരിലാണ്, ആ ദിവ്യത്താണ് ശരിക്കും ആർത്തവം. ആ സമയത്ത് ജപിക്കാൻ പാടില്ലെന്നൊക്കെ ആരാ പറയണേ? ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു ആർത്തവമുള്ള സമയത്ത് ഒരാൾ തട്ടി തടഞ്ഞ് വീഴാൻ പോവാണ്.
അമ്മേ ദൈവമേ എന്ന് വിളിക്കില്ലേ? അപ്പോൾ ദൈവത്തിനെ എങ്ങനെ വിളിക്കണേ? അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വിളിക്കാനായിട്ട് സമയമൊന്നുമില്ല. അത് ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും എപ്പോഴും വിളിക്കാവുന്നതാണ്. പിന്നെ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജപിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജപിക്കാനായിട്ട് 7 ദിവസം മാറ്റി വെച്ചാൽ ആ സമയത്ത് ഭഗവാനായിട്ട് ബന്ധമില്ല എന്നാണോ? അതായത് ഇന്നും ഇപ്പം ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ എല്ലാവരോടും പറയും. ഞാൻ അതിന് നമ്മുടെ വാട്സാപ്പിൽ അപ്പോൾ തന്നെ ഞാൻ പറയും, ജപം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കാണുക. ആർത്തവാണെങ്കിൽ ആർത്തവത്തെന്ന് പറഞ്ഞിട്ട് ആർത്തവം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്. ഒരാൾ പോയിട്ട് താഴെ പോയി നോക്കില്ല. അത് നോക്കിയാൽ ഈ പ്രശ്നമില്ല. ഇപ്പം ഇന്നും ഒരു സ്ത്രീ ഇട്ടുണ്ട് എൻ്റെ വാട്സാപ്പിൽ, സ്വാമി ഞാൻ പീരീഡ്സ് ഡേറ്റ് ആണ്, ഞാൻ അശുദ്ധിയാണ്, ഞാൻ അപ്പം എന്നോട്ടാണ് ജപിച്ച് തുടങ്ങേണ്ടത്? 8 ദിവസം കഴിഞ്ഞിട്ടാണോ 9 ദിവസം കഴിഞ്ഞിട്ടാണോ? എന്തെന്നാ അവരോട് പറയാം? അതായത് ഞാനോ സമയമില്ല, ഞാൻ കിട്ടുന്ന ഒരു സമയത്താണ്. അതായത് ഒരുപാട് പേർക്ക് ഇതുപോലെ വാട്സാപ്പിൽ മറുപടി പറയണം, എല്ലാ കാര്യങ്ങളും നോക്കണം. വൺ മാൻ ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമിനെ ഉള്ള എല്ലാ കാര്യങ്ങളും, സാധനങ്ങൾ വാങ്ങിക്കാനും ഞാൻ തന്നെയാണ്, പൂജ ചെയ്യാനും ഞാൻ തന്നെയാണ്, ഈ 500-600 മെസ്സേജുകൾ വരുന്ന അതിന് മറുപടി പറയാനും ഞാൻ തന്നെയാണ്, നാളികേരം നിവേദ്യങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ തന്നെയാണ്, മാല കെട്ടണമെന്ന് ഞാൻ തന്നെയാണ്, ചന്ദനം അരയ്ക്കുന്നത്. അതായത് പുലർച്ചെ ഒരു ഇത് പ്രോസസ്സ് തുടങ്ങി സ്വാമിയുടെ നട അടയ്ക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഇവർക്കൊക്കെ മറുപടി ഞാൻ തരുന്നുണ്ട്. ആ മറുപടി പറയാൻ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു മറുപടിയാണ് അവരോട് ഈ യൂട്യൂബിൽ കാണാൻ പറഞ്ഞിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് തന്നെയാണ് അയക്കുക. ജപം എന്ന് പറയുമ്പോൾ ജപത്തിന് വേണ്ട കാര്യങ്ങൾ യൂട്യൂബിൽ പോയി കാണുക. ഇതൊരാൾ പോയി കാണില്ല. അപ്പോൾ ഇതെന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം അവരുടെ 2 ദിവസം പോയി. അതായത് ഒരു വാട്സപ്പിൽ ഒരു മറുപടി വന്നാൽ ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാവും എനിക്കത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 10,000 മെസ്സേജുകൾ വരുമ്പോൾ ഇവരെ താഴേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ഓരോന്ന് ചകഞ്ഞെടുത്ത് ഓരോരുത്തർക്കും 100 മെസ്സേജ് എടുത്ത് ഓരോരുത്തർക്കും മറുപടി പറഞ്ഞ് അടിയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കഴിയും. ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കാം. എങ്കിലും ആ ഒരു ദിവസം അവരുടെയും പോയി. ഈ മറുപടി പറയാനായിട്ട് ഞാൻ വന്നിട്ട് എൻ്റെയും ഒരു 10 മിനിറ്റ് പോകും. ഞാനാണെങ്കിൽ വിസ്തരിച്ച് പറയും. അപ്പോൾ ഇതിനൊന്നുമില്ല. ജപം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒരു സ്ഥലത്തേക്ക് ഇത് പിന്നെ അതും പറയാം ഞാൻ. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ ഒരു മെനു ഉണ്ടായിരിക്കും ഇല്ലേ? ആ മെനു നോക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ മെനുകൾ ഉണ്ടായിരിക്കും. ആ മെനുകൾ മനസ്സിലാക്കിയിട്ട് വേണം അവിടേക്ക് പോകാൻ. ചിലയിടത്ത് 2 വട്ടം ഇടണം, ചിലയിടത്ത് 3 വട്ടം ഇടണം. വടക്കുന്നാഥിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ദേവതകളുണ്ട്. ഓരോ ദേവതകൾക്കും ഓരോ രീതിയിലാണ് അവിടെ ആചാരങ്ങൾ, ഓരോ രീതികളുണ്ട്. ആ രീതികൾ പ്രകാരമാണ് സ്വാമിനെ തൊഴേണ്ടത്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും. അപ്പോൾ ലാലൂർ ദേവസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ചിട്ടാവട്ടങ്ങൾ എന്താണെന്ന് എന്നോട് ചോദിച്ച് കിട്ടിയിട്ട് മറുപടി നേരം വൈകാതിരിക്കാനാണ് ഞാൻ യൂട്യൂബിൽ ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടാൽ എന്താണ്, ഒരാളോട് ഒരു സംശയം ചോദിക്കേണ്ട വരിക. വാട്സാപ്പിൽ എന്തെങ്കിലും ഒരു ഹായ് ഇടുമ്പോൾ തന്നെ ഒരു ഗ്രീറ്റിങ്സ് വാട്സാപ്പ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതിൽ നാള്, പേര്, വയസ്സ്, സമയം ഇതൊക്കെ ഇടാൻ പറയും. ആവശ്യമുള്ളവർക്ക് ജാതകം നോക്കേണ്ടവരാണെങ്കിൽ അത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ ജപം അവർക്ക് എന്താണ് ആവശ്യം കൂടി ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ വരുമ്പോൾ തന്നെ അപ്പം എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുള്ള പ്രകാരം ജപമാണെങ്കിൽ ജപം ചെയ്യുക. ജപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരും. അവർ അതിൻ്റെ മറുപടികൾ ഇടും. ആ മറുപടികൾക്ക് ഞാൻ ഉത്തരങ്ങളിടും. അങ്ങനെ നല്ല രീതിയിൽ പോവും. ഇതെല്ലാവർക്കും സംശയമാണ്. അതായത് നോക്കാത്തത് കൊണ്ടുള്ള, ശ്രദ്ധിക്കാതെ, ഒരാൾക്കും ഒന്നിനും നേരില്ല. നേരിട്ട് കാര്യം നടക്കണം. അതായത് ഒരു അമ്പലത്തിലത്തെ പൂജാരി എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ അവിടെ വന്നു, കാര്യം പറഞ്ഞു, അമ്പലത്തിലേക്ക് എത്തി, അമ്പലത്തിൽ നടക്കിലെത്തി, ബില്ലെടുക്കേണ്ടടുത്ത് ബില്ലെടുത്തു, അത് കഴിഞ്ഞിട്ട് തിരുമേനിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് ദൈവത്തിൻ്റെ അടിക്കുക. അതിനങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. നേരിട്ട് ദൈവത്തിൻ്റെ അടിക്കുകയാണെങ്കിൽ പൂജാരിയുടെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് ചെന്ന് കാര്യം പറഞ്ഞാൽ പോരെ. അതിന് ഒന്നും ചെയ്യേണ്ട, വീട്ടിലേക്കും പോകണ്ട, എവിടേക്കും പോകണ്ട. വീട്ടിലിരുന്ന് നേരിട്ട് സ്വാമീനെ വിളിച്ച് അവിടേക്ക് എത്തും. ആ രീതിയിലാണ് ലാലൂർ ദേവസ്ഥാനത്തെ മൂർത്തികളെ ഞാൻ കുടിയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വീഡിയോ ആർത്തവം എന്നുള്ള വിഷയമാണ്, സ്ത്രീകൾക്ക് മാത്രമാണ്. പിന്നെയുണ്ട് ഈ യൂട്യൂബോ അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്ത്രീകൾക്കും അതൊരു ഗുണമാണ്. അതായത് നമ്മുടെ ഇവിടെ ലാലൂർ ദേവസ്ഥാനത്ത് വാട്സാപ്പാണ് പ്രധാനം. വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കാൻ എളുപ്പമല്ല. അതായത് ഫോൺ സൈലൻറ്റിലായിരിക്കും. കോൾ വന്നാലൊന്നും അറിയില്ല. അതായത് പൂജയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ നോക്കാനിരിക്കുക, അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എൻഗേജഡ് ആയിരിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫോൺ എടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാരണം ഫോൺ ഉപയോഗിക്കില്ല. അപ്പോൾ വാട്സാപ്പാണ് ഇവിടെ
ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. വാട്സാപ്പിലായാലും നിങ്ങൾ മറുപടി ഇട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലൊക്കെ വന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. അതും ഈ ഫ്രീ ടൈമിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊന്നും നോക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അമ്പലമാണെന്നുള്ളൊരു തോന്നൽ ആർക്കും ഇല്ല. അവരൊക്കെ മറ്റുള്ള കുട്ടിച്ചാത്തവൻ്റെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, കൊട്ടാരം പോലെയൊക്കെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് 10 പേരെ നിർത്തിയിട്ടുണ്ട്. അതായത് അവിടേക്ക് വരുമാനമുണ്ട്, ഇവിടെ വരുമാനമൊന്നുമില്ല. ഇവിടെ ക്ഷേത്ര ദർശനം തന്നെ വളരെ കുറവാണ്. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ വല്ലവരൊക്കെ വരുന്നത്. വന്നാലും നമ്മൾ ആരോടും അങ്ങനെ ദക്ഷിണ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവിടെ സമർപ്പിക്കുക, സ്വാമിക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. നമ്മൾ കാശിന് വേണ്ടിയിട്ടല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും തരുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ നിത്യചെലവൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവിടുത്തെ പോലെയുള്ള വലിയ ചാക്ക് കണക്കിനൊന്നും കൂടെ കൊണ്ട് ആരും ഇടണമെന്നില്ല. കാര്യം നടന്നവരൊക്കെ അതിൻ്റെ രീതിയിൽ കർമ്മങ്ങളാണ്. അത് ഞാൻ കർമ്മം ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. അതായത് അവർ കൊണ്ടുവന്ന് തരുന്നത് സ്വാമിക്ക് നൈവേദ്യം അർപ്പിക്കുകയാണ് ചെയ്യണത്. ഇനി എത്ര 1000 തന്നാൽ 1000-നുള്ള നൈവേദ്യം, 10,000 തന്നാൽ 10,000-നുള്ള നൈവേദ്യം, 50,000 തന്നാൽ 50,000-നുള്ള നൈവേദ്യമായിട്ട് അർപ്പിച്ചത് അങ്ങനെ പോവുകയാണ് ചെയ്യണത്. അല്ലാണ്ട് ആ കാശ് ഞാൻ അക്കൗണ്ടിലിട്ടിട്ട് ഞാൻ സേവ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാനമൊക്കെ കുറവാണ്. നമുക്കിവിടെ കോളിന് പോയിട്ട് ഇവിടെ ഒരാളെ മാല കെട്ടണത് പോലും ഞാനാണ് കെട്ടണത്. അതായത് അതിന് പോവുകയാണെങ്കിൽ അവിടെ മാലയ്ക്ക് ഒരു മുഴത്തിന് എത്ര 50 രൂപ കൊടുക്കണം, 30 രൂപ 40 രൂപ കൊണ്ട് കൊടുക്കണം. അപ്പോൾ എത്ര മുഴം വേണം? അപ്പോൾ അത് ഞാൻ എനിക്ക് കെട്ടറിയാം. എന്നെ സ്വാമി പണ്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞിട്ടാണ്, സകല വല്ലഭനായിട്ടാണ് ജനിച്ചത്. അമ്പലം പണിത് ഇപ്പം ഈ ഇരിക്കുന്നതൊക്കെ ഞാനാണ് നിർമ്മിച്ചിട്ടുള്ളത്. A to Z വാതിലായിക്കോട്ടെ, മേശ, ഇപ്പം ഇരുന്ന മേശ ആയിക്കോട്ടെ, ഈ കസാര മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ഇവിടെയുള്ള എല്ലാം ഞാൻ എവരിത്തിങ് ഞാൻ പണിതിട്ടുള്ളതാണ്. എൻ്റെ കൈയാണ് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഞാനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. എനിക്ക് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ അവിടെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാൻ 10 പേരെ ഇരുത്തിയിട്ടുണ്ടെന്ന് ഞാനൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ അവിടെ 100 പേര് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ടായിരിക്കും. അതുപോലെയുള്ള ഒരു കാര്യങ്ങളുണ്ടായിരിക്കും. ഇവിടെ അതില്ല. അപ്പോൾ ക്ഷേത്രം എന്നുള്ള തോന്നലില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പലരും 5 മണിക്ക് ശേഷവും, ഞാനിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, 4 മണി മുതൽ 8:30 വരെ ക്ഷേത്രത്തിനകത്തായിരിക്കും ഫോൺ എടുക്കില്ല എന്ന് വ്യക്തമായിട്ട് ഞാനിതിൽ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദോഷം, എനിക്ക് ദോഷമില്ല, ഞാൻ അറിയുന്നില്ല. അവർക്ക് 2 തവണ വിളിച്ച് 3 തവണ വിളിക്കാണ്ടാകുമ്പോഴേക്കും അവരെന്നെപ്പരാവും മനസ്സുകൊണ്ട്. ഇയാൾ എന്ത് മനുഷ്യനെ നമ്പറും തന്നിട്ട് വിളിച്ചാലും എടുക്കില്ല, എന്നിട്ടത് ഇയാൾ ഫ്രോഡാണ്, അങ്ങനെയാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഞങ്ങളെയും ബാധിക്കും. അത് സംഗതി ഞാൻ അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഒരിക്കലും എനിക്ക് അതിലൊരു കർമ്മദുരിതം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് ഞാൻ സാവധാനം വന്ന് കാര്യങ്ങൾ ചെയ്തു തരാം. എന്നെ കൊണ്ടാവുന്നത് എല്ലാവരും ഞാൻ സ്വാമിയുടെ പേരും പ്രശസ്തി ഇതാക്കാനായിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് പോകും. അതെൻ്റെ ശീലമായതിൻ്റെ പേരിൽ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആർത്തവം, ഇത് സ്ത്രീനെ, അതുപോലെ തന്നെ സ്ത്രീ എന്ന് പറയണത് ഞാൻ എനിക്ക് പോകണമെങ്കിൽ ഇനി വീണ്ടും പോകും. അപ്പോൾ ആർത്തവമുള്ള സ്ത്രീകളെ കുറിച്ച് പ്രശ്നങ്ങളൊന്നും വിചാരിക്കേണ്ട. ജപത്തിന് ലാലൂർ ദേവസ്ഥാനത്തെ ജപം ജപിക്കാനായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ജപിച്ചോളൂ. അതിന് ആർത്തവം നോക്കണ്ട, മറ്റുള്ള ഒന്നും നോക്കണ്ട. ഇനി നിങ്ങളെ ശിക്ഷിക്കാനിരിക്കുന്നതല്ല ദൈവങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, രക്ഷിക്കാനിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങളെ ശിക്ഷിക്കാനൊന്നും വരില്ല. തെറ്റുകൾ എന്ന് പറയണത് അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാതിരിക്കുക. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. 1 രൂപയുള്ളെങ്കിൽ 1 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 1 രൂപ തന്നെ കൊടുത്താൽ മതി. അത് വിചാരിച്ചിട്ട് 10 മാസം കഴിഞ്ഞിട്ട് 1 കിലോ സ്വർണം കൊണ്ടിട്ടിട്ടൊന്നും കാര്യമില്ല. 1 രൂപയാണ് അവളെ ആവശ്യം. അപ്പം അതൊക്കെ മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ പോവുക. ഓക്കെ, വളരെ എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. ക്ഷിപ്രപ്രസാദിയായി ലാലൂരിലമരും ശ്രീ കരിങ്കുട്ടി സ്വാമി, കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരുവും ശ്രീ വിഷ്ണുമായ സ്വാമി, ശ്രീ വിഷ്ണുമായ സ്വാമി.